ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ്. കുറച്ച് റേഷ്യോസ് തന്നിട്ട് അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് മിക്ക എക്സാമുകൾക്കും ചോദിച്ച് കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ഔട്ട് ദി balance sheet or draw a balance sheet from the following ratios. കുറച്ച് റേഷ്യോ തന്നിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ്. അതിൽ നിന്ന് സ്റ്റോക്ക് വെലോസിറ്റി 6, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ 2, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ 4, ഗ്രോസ് പ്രോഫിറ്റ് ടേൺ ഓവർ റേഷ്യോ 20%, ഡെപ്റ്റേഴ്സ് വെലോസിറ്റി 2 months, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി 73 days, ഗ്രോസ് പ്രോഫിറ്റ് 60,000, reserve and surplus 20,000, closing stock is greater than the opening stock 5,000. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്റ്റോക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ടേൺ ഓവർ റേഷ്യോ GP തന്നിട്ടുണ്ട്, ഡെപ്റ്റേഴ്സ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 5,000 കൂടുതലാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം തന്നാൽ നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആക്ച്വൽ ഫിഗേഴ്സ് എന്താണോ തന്നിരിക്കുന്നത് അതിൽ നിന്നാണ്. ആക്ച്വൽ ഫിഗേഴ്സ് നമുക്ക് ഇതിൽ എന്താ തന്നിരിക്കുന്നത്, നമ്മൾ നോക്കേണ്ടത് എത്രയാണ്? ആക്ച്വൽ ഫിഗേഴ്സ് ഏതാ തന്നിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും റേഷ്യോ അതിലുണ്ടോ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ആക്ച്വൽ ഫിഗേഴ്സ് എന്താ ഉള്ളത്? ഫസ്റ്റത്തേത് റിസർവ് ആൻഡ് സർപ്ലസുമായി ബന്ധപ്പെട്ട ഒരു റേഷ്യോ ഇല്ല. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും 5,000 കൂടുതലാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റിന് എടുക്കാം. ഗ്രോസ് പ്രോഫിറ്റ് ആക്ച്വൽ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനത്തെ ഫിഗേഴ്സാണ് ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് ഇതിലെ സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് സെയിൽസ് നമുക്ക് വേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് വരണം. അപ്പോൾ ഒരു ഗ്രോസ് പ്രോഫിറ്റിൽ കാണുന്ന ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് അല്ലേ? ഗ്രോസ് പ്രോഫിറ്റ് divided by sales into 100. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും അല്ലേ? ഇനി ഈ ഇക്വേഷൻ ചെയ്യണമെന്നില്ല സെയിൽസ് കിട്ടാൻ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് നമുക്കറിയാം 60,000 അല്ലേ? ഒരു പിന്നെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റും അതിൻ്റെ പ്രോഫിറ്റും പ്ലസ് കോസ്റ്റും കൂടി കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് അതിൻ്റെ സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് ആണല്ലോ. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് 20% ആണ് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോഫിറ്റ് 20% ആണ്, പ്ലസ് അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 80% ആയിരിക്കും അല്ലേ? 80% ആയിരിക്കും. അങ്ങനെയാണ് 100% ആയിട്ടൊരു സാധനത്തിൻ്റെ പ്രൈസ് നമ്മൾ തീരുമാനിക്കും. സെയിൽസ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സെയിൽസ് കാണാൻ ഇവിടെ വളരെ സിമ്പിളാണ്. ഗ്രോസ് പ്രോഫിറ്റ് 20% ആണ്. ഗ്രോസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 60,000 എന്ന് പറയുന്നത് 20% ആണെങ്കിൽ അതിൻ്റെ 100% എത്ര എന്ന് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെയിൽസ് എത്ര എന്ന് കിട്ടും? 60,000 ഇൻറ്റു 6 crore ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 3 lakh. സെയിൽസ് കിട്ടി. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, സിമ്പിളാണ്. 60,000 എന്ന് പറയുന്നത് 20% ആണെങ്കിൽ അതിൻ്റെ 100% എത്ര എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെയിൽസ് കിട്ടി. സെയിൽസ് എന്ന് പറയുന്നത് 3 lakh ആണ്. സെയിൽസും അതേപോലെ ഗ്രോസ് പ്രോഫിറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ കണ്ടെത്താൻ പറ്റും, CGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ കാണും. കാരണം നിങ്ങൾക്ക് എളുപ്പമാണ്, 2 മാർഗങ്ങൾ സ്വീകരിക്കാം. നമ്മൾ നേരത്തെ സെയിൽസ് കണ്ട അതേ മാർഗം സ്വീകരിക്കാം. അതേപോലെ നിങ്ങൾക്ക് സെയിൽസ് മൈനസ് GP അല്ലേ, മറ്റൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതേ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഇവിടെ CGS കാണാൻ പറ്റും. CGS ഈസ് ഈക്വൽ ടു ഇവിടെ കോസ്റ്റ് 20, ഗ്രോസ് പ്രോഫിറ്റ് 20% ആണെങ്കിൽ 80% ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് എന്ന് നമുക്കറിയാം. അതായത് CGS ഇവിടെ എന്തായിരിക്കും? 80. CGS മീൻസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? ഒരു സാധനം വിൽക്കാൻ ആവശ്യമായ കോസ്റ്റ് അവിടെ 80% ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ CGS നമുക്കറിയാം 60,000 എന്ന് പറയുന്നത് 60,000 ഈസ് ഈക്വൽ ടു 20% ആണെങ്കിൽ അതിൻ്റെ 80% എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് CGS കാണാൻ പറ്റും. CGS എത്രയാണ് ഇവിടെ? CGS 2 lakh
2,40,000 വരും. എങ്ങനെയാണ് 2,40,000 വന്നിരിക്കുന്നത്? CGS കാണാൻ നിങ്ങൾ നേരത്തെ സെയിൽസ് ചെയ്ത അതേപോലെ തന്നെ എന്താണ് 60,000 എന്ന് പറയുന്നത് 20 ആണെങ്കിൽ അതിൻ്റെ 100 എത്രയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് എമൗണ്ട് കിട്ടി. അതേപോലെ 60,000 ഇൻറ്റു അത് 20% ആണെങ്കിൽ അതിൻ്റെ 80% എത്ര എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് CGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ കോസ്റ്റും കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കിട്ടി, സെയിൽസും നിങ്ങൾക്ക് കിട്ടി അല്ലേ? ഇനി നിങ്ങൾക്ക് നമുക്കറിയേണ്ടത് പർച്ചേസ് എത്ര എന്നറിയണം. കാരണം മറ്റു റേഷ്യോസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ചെയ്യണമെങ്കിലും ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽസ് കിട്ടണം, അത് നിങ്ങൾക്ക് കിട്ടി. ഇനി ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് കിട്ടണം അല്ലേ? അപ്പോൾ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഇതിൽ ഉപയോഗിക്കാവുന്ന ഏക കാര്യം എന്ന് പറയുന്നത് CGSൻ്റെ ഒരു ഇക്വേഷൻ മാത്രമാണ് അല്ലേ? CGSൻ്റെ ഏത് ഇക്വേഷനാണ്? നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇക്വേഷനാണ് CGSൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CGS ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്. ഇതാണ് CGSൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? CGS കാണാനുള്ള മാർഗം ഇതാണ്. അതിൽ CGS നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫോർമേഷൻസ് ഉണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ അറിയാത്തവൻ പർച്ചേസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് പർച്ചേസിനെ ഇവിടെ നിർത്തിയിട്ട് മറ്റുള്ളവരെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഇക്വേഷൻ CGS മൈനസ് ക്ലോസിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, പ്ലസ് ക്ലോസിങ് പ്ലസ് ഓപ്പണിംഗ് അങ്ങോട്ട് എത്തുമ്പോൾ മൈനസ് ഓപ്പണിംഗ് ഈസ് ഈക്വൽ ടു പർച്ചേസ്. എന്താണ് ചെയ്തിരിക്കുന്നത്? CGSൻ്റെ ഇങ്ങോട്ട് ബാക്കിയുള്ളവരെ കൊണ്ടുവന്നു, ഓപ്പണിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അതേപോലെ ക്ലോസിങ്ങിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നു. ക്ലോസിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ പ്ലസ് ക്ലോസിംഗ് ആയി, ഓപ്പണിങ്ങിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ മൈനസ് ഓപ്പണിംഗ് ആയി, ഈസ് ഈക്വൽ ടു പർച്ചേസ്. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്കറിയാം CGS ഓപ്പണിങ്ങും ക്ലോസിങ്ങും എത്രയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് ഓപ്പണിങ്ങിനേക്കാളും 5,000 കൂടുതലാണ്. ഇനി ഇവിടെ നോക്ക് നിങ്ങൾ, ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് ആണല്ലോ, ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ്. ക്ലോസിംഗ് 5,000 കൂടുതലാണ് ഓപ്പണിങ്ങിനേക്കാളും. അപ്പോൾ ക്ലോസിംഗ് നമുക്ക് അറിയാത്തത് കൊണ്ട് ഓപ്പണിങ്ങിനെ നമുക്ക് X എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ക്ലോസിംഗ് എത്രയായിരിക്കും? X പ്ലസ് 5,000, കാരണം 5,000 കൂടുതലാണല്ലോ. അപ്പോൾ ക്ലോസിംഗ് എന്ന് പറയുന്നത് X പ്ലസ് 5,000, ക്ലോസിംഗ് എന്ന് പറയുന്നത് X പ്ലസ് 5,000 ആയിരിക്കും ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ക്ലോസിംഗിൽ നിന്ന് ഓപ്പണിങ്ങിനെ കുറക്കാനാണല്ലോ. ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ് ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ക്ലോസിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? X പ്ലസ് 5,000 മൈനസ് X. അപ്പോൾ എക്സും നമ്മൾ എക്സിൽ നിന്ന് X പോകുന്ന സമയത്ത് 0 ഈക്വൽ ടു 5,000. ഓക്കെ, ഡിഫറൻസ് 5,000 എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് മറ്റൊന്ന് കുറച്ചാൽ 5,000 കിട്ടും. സോ ഇവിടെ 5,000. ഓക്കെ, ദെൻ നമുക്ക് വരാം ഇനി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലുള്ള എല്ലാവരെയും കിട്ടി. CGS എന്ന് പറഞ്ഞാൽ CGS 2 lakh, പർച്ചേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. പർച്ചേസ് ഈസ് ഈക്വൽ ടു CGS പ്ലസ് ക്ലോസിംഗ് മൈനസ് ഓപ്പണിംഗ്, അതായത് 2,40,000, ഇതിൻ്റെ ഡിഫറൻസ് 5,000 ഈസ് ഈക്വൽ ടു 2,45,000. 2,45,000. ഓക്കെ, ക്ലോസിങ്ങിൻ്റെയും ഓപ്പണിങ്ങിൻ്റെയും ഡിഫറൻസ് 5,000, ദെൻ 2,45,000. ഇങ്ങനെയാണ് പർച്ചേസ് കിട്ടി അല്ലേ? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ളതും ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ കാണാനുള്ളതും നമ്മൾ കണ്ടെത്തിയിട്ട്, കാരണം പർച്ചേസും സെയിൽസും നമുക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത ആളാരാണ്? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലേ? സ്റ്റോക്ക് വെലോസിറ്റി ഓർ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇക്വേഷൻ എന്താ കാണാനുള്ള ഇക്വേഷൻ? CGS കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ആണ് ഇക്വേഷൻ. തന്നിട്ടുണ്ട് നമുക്ക് എത്രയാണ്? 2 ആണ്. CGS നമുക്ക് കിട്ടി 2,45,000 ആണ്. പക്ഷെ നമുക്ക് ആരെ കിട്ടിയിട്ടില്ല? ആവറേജ് സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ആവറേജ് സ്റ്റോക്ക്
അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് സ്റ്റോക്ക് കാണാനാണ്. ഓക്കെ. ദെൻ അപ്പോൾ 2,45,000 എങ്ങോട്ട് കൊണ്ടുവന്നാൽ 2,45,000 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക്. Okay, so average stock is equal to clear ആണല്ലോ. average stock is equal to 40,000. ഇക്വേഷനിലേക്ക് നേരെ കൊടുത്തു. CGS ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. CGS നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് 2,45,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. ദെൻ 2,45,000 ഇങ്ങോട്ട് കൊണ്ടുവന്നു. About 2,45,000 divided by 2 അതാണ് ആവറേജ് സ്റ്റോക്ക്. ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 40,000. ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണിംഗ് പ്ലസ് ക്ലോസിംഗ് ഡിവൈഡഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. നമുക്കിവിടെ ഓപ്പണിംഗ് എത്രയാണെന്നുള്ളതും ക്ലോസിംഗ് എത്രയാണെന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് നേരത്തെ നമ്മൾ ഓപ്പണിംഗ് എക്സ് എന്ന് എടുത്തിരുന്നു അല്ലേ? ഓപ്പണിംഗ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഓപ്പണിംഗ് എക്സ് എന്ന് എടുത്താൽ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും: എക്സ് plus 5,000 divided by 2 ആണല്ലോ. then x ഉം 2x plus 5,000 divided by 2 അതായിരിക്കും എന്ത്? ആവറേജ് സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയ 40,000 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. then ഇനി 2 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 40,000 into 2 is equal to 40,000 into 2 is equal to 2x plus 5,000. Clear? So 80,000 is equal to 2x plus 5,000. 5,000 നമ്മൾ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാണ്. 80,000 plus 5,000 ഇങ്ങോട്ട് വരുമ്പോൾ minus 5,000 is equal to 2x. So 75,000 is equal to 2x. So x is equal to 75,000 divided by 2, 37,500. ഓപ്പണിംഗ് നമുക്ക് 37,500 കിട്ടി. ഓപ്പണിംഗ് 37,500 കിട്ടി. ഇനി നമുക്ക് ക്ലോസിംഗ് കാണണം. ക്ലോസിംഗ് എന്താ ചെയ്യേണ്ടത്? ഇതിലേക്ക് 5,000 കൂട്ടുക അല്ലേ? അപ്പോൾ 37,500 പ്ലസ് 5,000 ഈക്വൽ ടു 42,500 ആണ് എന്ത്? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഓപ്പണിംഗും ക്ലോസിംഗും കാണാനുള്ള ഇക്വേഷൻസ്. ക്ലിയർ? ഇനി നമുക്ക് അറിയേണ്ടത് ഡെപ്റ്റേഴ്സ് അറിയണം അല്ലേ? ഡെപ്റ്റേഴ്സ്, കാൽക്കുലേഷൻ ഓഫ് ഡെപ്റ്റേഴ്സ്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? ഡെപ്റ്റേഴ്സ് കാണാനുള്ള നമ്മുടെ കയ്യിലുള്ള ആകെ ഇക്വേഷൻ എന്താണ്? വെലോസിറ്റി ആണ് അല്ലേ? ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ആണ്. ഡെപ്റ്റേഴ്സ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ അല്ലേ? ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ. ഓക്കെ. ദെൻ ടോട്ടൽ ഡെപ്റ്റേഴ്സ് നമുക്കറിയില്ല, പക്ഷെ ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേ നമുക്ക് കാണാം. കാരണം എന്താ? ക്രെഡിറ്റ് സെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് വെലോസിറ്റി? ഡെപ്റ്റേഴ്സ് വെലോസിറ്റി 2 month ആണ്. അപ്പോൾ ക്രെഡിറ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ മന്ത് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ക്രെഡിറ്റ് സെയിൽസ് പെർ മന്ത് ആക്കാം. ക്രെഡിറ്റ് സെയിൽസ് പെർ മന്ത്, പെർ ഡേ അല്ല പെർ മന്ത്. അത് നിങ്ങൾക്ക് ഡേയിലാണ് തന്നെങ്കിൽ പെർ ഡേ അല്ലെങ്കിൽ പെർ മന്ത്. ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ഇതിൽ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അറിയില്ല. വെലോസിറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് വെലോസിറ്റി 2 month തന്നിട്ടുണ്ട്. ഇനി ക്രെഡിറ്റ് സെയിൽസ് പെർ ഡേയും നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താ? ടോട്ടൽ സെയിൽസ് നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് 3 lakh ആണ് അല്ലേ? അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് പെർ മന്ത് is equal to 3 lakh divided by 12 മന്തിലായതുകൊണ്ട് 12 അല്ലേ? 3 lakh divided by 12 എത്രയാണ് ആൻസർ വരിക?
25,000. 3 lakh divided by 12, 25,000. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ടോട്ടൽ ഡെപ്റ്റേഴ്സ് അറിയില്ല, പക്ഷേ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 2 ആണ്. ടോട്ടൽ ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 25,000. 25,000 എങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 25,000 into 2 is equal to debtors. So debtors is equal to 15,000. 25,000 into 2, 15,000. ഇങ്ങനെയാണ് ഡെപ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ക്രെഡിറ്റേഴ്സ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് കാണാനുള്ള ഏക റേഷ്യോ എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി ആണ്. ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ. അതെന്താണ് ഇവിടെ ഡേയും ഇവിടെ മന്തും കൊടുക്കാൻ കാരണം? ഇവിടെ ഡേ കൊടുക്കാൻ കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വെലോസിറ്റി ഡേയ്സിലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് പെർ മന്തിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് പെർ ഡേ എന്ന് കൊടുക്കാനുള്ള കാരണം. ഇനി ഇത് നമുക്ക് ആരൊക്കെ അറിയാം? വെലോസിറ്റി അറിയാം അല്ലേ? വെലോസിറ്റി നമുക്കറിയാം. ദെൻ നമുക്ക് കാണേണ്ടത് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ, ഒരു ദിവസത്തെ ക്രെഡിറ്റ് പർച്ചേസ് അല്ലേ? അതെങ്ങനെ നമ്മൾ കാണാം? ടോട്ടൽ പർച്ചേസ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഈ തന്നിരിക്കുന്ന പർച്ചേസ്, തന്നിരിക്കുന്ന സെയിൽസ് മറ്റ് ഇൻഫോർമേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതെന്തായിട്ട് പരിഗണിക്കണം? തന്നിരിക്കുന്ന സെയിൽസും തന്നിരിക്കുന്ന പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിൽസും ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. നമ്മൾ അതിൻ്റെ അടിയിൽ നോട്ട് ചെയ്യുകയും വേണം. ക്ലിയർ ആണ്? ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ എങ്ങനെ കാണും? ടോട്ടൽ പർച്ചേസ് എവിടെയുള്ളത്? ടോട്ടൽ പർച്ചേസ് നമ്മൾ കണക്കാക്കി 2,45,000 ആണ് ടോട്ടൽ പർച്ചേസ്. ഡിവൈഡഡ് ബൈ 365 അടിക്കുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ പർച്ചേസ് എത്രയാണെന്നുള്ളത് കിട്ടും അല്ലേ? ദെൻ അപ്പോൾ നമുക്ക് പർച്ചേസ്, ടോട്ടൽ പർച്ചേസ് 2,45,000 ഡിവൈഡഡ് ബൈ 365, അതാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ അല്ലേ? ദെൻ അതെത്ര നമുക്ക് കിട്ടി? ഇതാണ് ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ. അത് നമുക്ക് എത്ര കിട്ടും? അല്ലേ? 671.232, അതാണ് ക്രെഡിറ്റ് പർച്ചേസ് പെർ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് 73 നമുക്ക് തന്നിട്ടുണ്ട്. 73 ആണെന്ന് എന്ന് പറയുന്നത് total debtors divided by 631232 അല്ലേ? ദെൻ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 73 ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് 73 ഇൻറ്റു ഇതിനങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 73 ഇൻറ്റു 631,232 അല്ലേ? is equal to 631,232.
49,000. ചെറിയ നിങ്ങൾ എടുക്കുന്ന പോയിന്റിൽ ചെറിയ വ്യത്യാസത്തിനനുസരിച്ച് എന്തായാലും 49,000 നിയറസ്റ്റ് വരും. റൗണ്ട് ചെയ്യുന്ന സമയത്ത് 49,000 വരും. ഇനി നമ്മൾ എടുക്കാനുള്ള റേഷ്യോ ഡെപ്റ്റേഴ്സ് എടുത്തു, ക്രെഡിറ്റേഴ്സ് എടുത്തു, ക്രെഡിറ്റേഴ്സ് ഡെപ്റ്റേഴ്സ് ഗ്രോസ് എടുത്തു. ഇനി നമുക്ക് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എടുക്കാം. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. മിക്ക ക്വസ്റ്റ്യനിലും ഇതുപോലെ അതിൻ്റെ ഇക്വേഷൻ അതാത് ക്വസ്റ്റ്യനിൽ തന്നെ തരാറുണ്ട്. ഓക്കെ, അതിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ആ ക്വസ്റ്റ്യനിൽ തന്നെ തരും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്യരുത്, അപ്ലൈ ചെയ്ത്. കാരണം റേഷ്യോ അനാലിസിസിൽ പല ഇക്വേഷനും പല രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. CGSന് പകരം സെയിൽസ് ഉപയോഗിക്കാറുണ്ട്, സെയിൽസിന് പകരം CGS ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ അങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ CGS ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് ആണ് തന്നിരിക്കുന്നത്. CGS ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ്. ഇനി CGS ഇല്ലാത്ത കേസിലോ സെയിൽസ് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ CGS divided by fixed asset. Okay, then നമുക്ക് നോക്കാം ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത് 4 ആണ്. 4 is equal to CGS നമുക്ക് കിട്ടിയിട്ടുണ്ട് 2,40,000 ആണ്. 2,40,000 ഡിവൈഡഡ് ബൈ ഫിക്സഡ് അസറ്റ് നമുക്ക് അറിയില്ല. ഫിക്സഡ് അസറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു CGS ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ്. ദെൻ 4 ഈസ് ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ 4 ആണ് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 2,44,000 ആണ് CGS നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഡിവൈഡ് ബൈ ഫിക്സഡ് അസറ്റ്. ദെൻ 2,40,000 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2,40,000 divided by 4 is equal to fixed asset. Fixed asset is equal to 60,000. Fixed asset is equal to 60,000. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റിൻ്റെതും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കിതിലുള്ളത് ആകെ എടുക്കാനുള്ളത് എന്താണ്? ക്രെഡിറ്റേഴ്സ് എടുത്തു, ഡെപ്റ്റേഴ്സ് എടുത്തു, ഗ്രോസ് പ്രോഫിറ്റ് എടുത്തു, ഫിക്സഡ് അസറ്റ് എടുത്തു, സ്റ്റോക്ക് എടുത്തു. ഇത് നമുക്ക് എടുക്കാനുള്ളത് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ആണ് അല്ലേ? ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? CGS ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആണ് ഇക്വേഷൻ. ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. CGS divided by capital. Capital turnover ratio ക്വസ്റ്റ്യനിലുണ്ട്. Capital turnover ratio 2 ആണ്. 2 is equal to CGS നമുക്കറിയാം 2,40,000 ആണ്. 2,40,000 divided by capital. Okay, then 2,40,000 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 2,40,000 divided by 2 ആണ് capital. So capital is equal to 1,20,000. Capital is equal to 1,20,000. ഇനി തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നേരെ നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതുക. നിങ്ങൾക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ രണ്ട് സൈഡിൽ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു സൈഡിൽ ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും അല്ലേ? ലയബിലിറ്റി സൈഡിൽ ഒന്ന് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ വരുന്നതാണ് ഷെയർ ക്യാപിറ്റലും റിസർവ് ആൻഡ് സർപ്ലസും. റിസർവ് ആൻഡ് സർപ്ലസ് അതിൽ ഷെയർ ക്യാപിറ്റൽ നിങ്ങൾ കണ്ടെത്തി. ഷെയർ ക്യാപിറ്റൽ ഏറ്റവും അവസാനം നിങ്ങൾ 1,20,000. ഷെയർ ക്യാപിറ്റൽ 1,20,000. റിസർവ് ആൻഡ് സർപ്ലസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റിസർവ് ആൻഡ് സർപ്ലസ് 20,000 ആണ്. റിസർവ് ആൻഡ് സർപ്ലസ് 20,000 ആണ്. ഇനി നോൺ കറണ്ട് ലയബിലിറ്റി ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല, അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നോൺ കറണ്ട് ലയബിലിറ്റി ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്.
ദെൻ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതിൽ ക്രെഡിറ്റേഴ്സ് മാത്രമാണ്. ക്രെഡിറ്റേഴ്സ് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ ക്രെഡിറ്റേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 49,000. ക്രെഡിറ്റേഴ്സ് 49,000. ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,69,000. അസറ്റ് സൈഡിലേക്ക് വന്നാൽ അസറ്റ് സൈഡിലെ ഫിക്സ്ഡ് അസറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 60,000. ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 60,000. ഫിക്സ്ഡ് അസറ്റ് ഈസ് ഈക്വൽ ടു 60,000. കറണ്ട് അസറ്റിലെ ഇൻവെന്ററി എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ഇൻവെന്ററി ആണ് നമ്മൾ എടുക്കേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് നമ്മൾ എടുക്കേണ്ടത്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാണ്? 42,500 അല്ലേ? 42,500. 42,500 ആണ് ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ദെൻ ട്രേഡ് റെസീവബിൾ മീൻസ് ഡെപ്റ്റേഴ്സ്. ബിൽസ് റെസീവബിൾ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ട്രേഡ് റെസീവബിൾ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റെസീവബിൾ ആണ്. ഇവിടെ ആകെ ഡെപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഡെപ്റ്റേഴ്സ് എത്രയാണ്? നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഡെപ്റ്റേഴ്സ് കണ്ടെത്തിയിരിക്കുന്നത് 15,000. ഓക്കെ, ഇത്രയാണ് നമുക്കുള്ളത്. ഇനി നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും 1,69,000 ഉണ്ടാവില്ല. സോ നമ്മൾ എന്താ ചെയ്യുക? ബാലൻസ് ഇവിടെയും 1,69,000 എഴുതിയിട്ട് ബാലൻസ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എഴുതും. അപ്പോൾ എത്രയാണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലന്റ് വരുന്നത്? 16,500. ഇങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ റേഷ്യോ വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ.